കരിങ്കലിൽ കവിത വിരിയിച്ച് വിസ്മയമായി മാറുകയാണ് തളിപ്പറമ്പ് തലോറ സ്വദേശി പോള മോഹനൻ എന്ന കലാകാരൻ. കരിങ്കൽ പാളികളെ ശില്പങ്ങളായല്ല മറിച്ച് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായാണ് ഇദ്ദേഹം മാറ്റിയെടുക്കുന്നത്. ഗ്രാനൈറ്റ് പാളികളിൽ ഉളി തൊടുമ്പോൾ തെളിയുന്ന ഓരോ വരയും മോഹനന്റെ അതിജീവനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കഥയാണ് പറയുന്നത്. ഗ്രാനൈറ്റ് പാളികളിൽ ഉളി തൊടുമ്പോൾ തെളിയുന്ന ഓരോ വരയും മോഹനന്റെ അതിജീവനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കഥയാണ് പറയുന്നത്. അതീവ സൂക്ഷ്മതയോടെ ഒരു ചെറിയ കൈപ്പിഴ പോലും സംഭവിക്കാതെ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് ഓരോ ചിത്രവും മോഹനൻ കൊത്തിയെടുക്കുന്നത്. ആദ്യം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രം പ്രിന്റ് ചെയ്ത് കയ്യിൽ കരുതി മറ്റൊരു കടലാസിലേക്ക് അതിന്റെ രൂപരേഖ വരച്ചു ചേർക്കുകയും പിന്നീട് ഈ രൂപരേഖ ഗ്രാനൈറ്റിലേക്ക് പകർത്തി ഉളികൊണ്ട് സൂക്ഷ്മമായി കൊത്തിയെടുക്കുന്നതാണ് മോഹനന്റെ രീതി. ചെത്ത് തൊഴിലാളിയായിരുന്ന ഇദ്ദേഹത്തിന്റെ ജീവിതം മാറിമറിയുന്നത് അപ്രതീക്ഷിതമായുണ്ടായ ഒരു വീഴ്ചയിലൂടെയാണ്. അപകടത്തെ തുടർന്ന് 4 മാസത്തോളം കിടപ്പിലായ അവസ്ഥയിൽ നേരം പോക്കിനായി തുടങ്ങിയ പരീക്ഷണമാണ് ഗ്രാനൈറ്റ് ചിത്രങ്ങളിലേക്ക് എത്തിയത്. ആ ദിനങ്ങളിൽ തുടങ്ങിയ വിനോദം ഇന്ന് രോഗമുക്തനായ ശേഷവും മോഹനന്റെ ജീവിതത്തിന്റെ ഭാഗമായി തുടരുകയാണ്. തലോറയിലെ AKG കലാസ്മിതിക്ക് വേണ്ടി നിർമ്മിച്ച AKGയുടെ ചിത്രമാണ് ആദ്യ ചുവടുവെപ്പ്. EK നായനാർ, V അച്യുതാനന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങി രാഷ്ട്രീയ നേതാക്കൾ മുതൽ മുത്തപ്പനും ബുദ്ധനും ശിവനും ശ്രീനാരായണ ഗുരുവും വരെ മോഹനന്റെ ഉളിത്തുമ്പിൽ ഗ്രാനൈറ്റ് പാളികളിൽ പുനർജനിച്ചു. ഇതിനോടകം 25ലേറെ ചിത്രങ്ങളാണ് മോഹനൻ പൂർത്തിയാക്കിയത്. ചെയ്യുന്നത് നമ്മൾ ആദ്യം പേപ്പറിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് അതിൽ വരച്ച് പിന്നെ അതിൻ്റെ ഇത് വലുതാക്കുന്ന അളവ് കൂട്ടിയിട്ട് ഗ്രാനൈറ്റിലേക്കും അതുപോലെ തന്നെ സ്കെച്ചാക്കിയിട്ട് ഇതിലിങ്ങനെ ആദ്യം ഒന്ന് ഏകദേശം ഒന്ന് വരക്കും പെൻസിലിനെ കൊണ്ട്. പിന്നെ ഇതിനെ കൊണ്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ചെയ്യും. അല്ല അങ്ങനെ ഓർഡർ തന്നിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഒരാളിങ്ങനെ പറയുന്നതുകൊണ്ട് ഇങ്ങനെ 1-2 ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്തു. പിന്നെ അതിനോട് നമ്മൾ ഏട്ടൻ്റെത് ചെയ്ത് ഏട്ടൻ്റെ മക്കൾക്ക് കൊടുത്തു. വളരെ സന്തോഷമായിരുന്നു അവർക്ക്. പകൽ മുഴുവൻ സ്വന്തം ഫ്ലവർ മില്ലിലെ ജോലികളിൽ തിരക്കിലാണെങ്കിലും രാത്രിയിലെ നിശബ്ദതയിലാണ് മോഹനൻ കല്ലുകളിൽ ജീവൻ പകരുന്നത്. ഇന്ന് മോഹനന്റെ കലാവിരുതറിഞ്ഞ് ദൂരെ ദിക്കുകളിൽ നിന്നുപോലും നിരവധി ആളുകൾ തലോറയിലെ വീട്ടിലെത്തുന്നുണ്ട്. പ്രോത്സാഹനമായി ഭാര്യ പുഷ്പയും മക്കൾ സ്വാതിയും ശ്രുതിയും ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.